നമസ്കാരം. ആരാധകരെ തീർത്തും നിരാശപ്പെടുത്തിക്കൊണ്ട് IPL തോൽവിയിൽ നിന്നും തോൽവിയിലേക്ക് കൂപ്പുകുത്തുകയാണ് 5 തവണ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സ്. കഴിഞ്ഞ ദിവസത്തിലെ 7ാമത്തെ പരാജയവും ഏറ്റുവാങ്ങിയിരിക്കുകയാണ് MS ധോണിയും സംഘവും. ഈ സീസണിൽ ഇതിനോടകം കളിച്ച 9 മത്സരങ്ങളിൽ ചെന്നൈക്ക് ജയിക്കാനായത് വെറും 2 എണ്ണം മാത്രം. ബാക്കിയുള്ള 7ലും അവർക്ക് അടിതെറ്റി. പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനത്ത് തന്നെ തുടരുന്ന CSKക്ക് ഇനി പ്ലേ ഓഫ് സാധ്യതയുണ്ടോ എന്നാണ് പ്രധാനപ്പെട്ട ചോദ്യം. അവരുടെ പ്ലേ ഓഫ് സാധ്യതയെക്കുറിച്ച് നമുക്ക് വിശദമായി പരിശോധിക്കാം. സൺറൈസേഴ്സ് ഹൈദരാബാദുമായുള്ള അവസാന മത്സരം ചെന്നൈ സൂപ്പർ കിങ്സിന് യഥാർത്ഥത്തിൽ ജീവൻ മരണ പോരാട്ടം തന്നെയായിരുന്നു. ഇതിൽ ജയിച്ചിരുന്നുവെങ്കിൽ അവരുടെ പ്ലേ ഓഫ് പ്രതീക്ഷകൾക്കും പുതുജീവൻ കിട്ടിയേനെ. പക്ഷെ 5 വിക്കറ്റിന്റെ തോൽവിയെല്ലാം അവതാളത്തിലാക്കിയിരിക്കുകയാണ്. 9 മത്സരങ്ങളിൽ നിന്നും 2 ജയമടക്കം 4 പോയിന്റ് മാത്രമേ അവർക്കുള്ളൂ. SRHനെതിരെയുള്ള തോൽവിയോടെ IPL സാധാരണയുള്ള പ്ലേ ഓഫ് യോഗ്യതാ മാർക്കായ 16ൽ എത്താൻ CSKക്ക് സാധിക്കില്ല എന്ന് ഉറപ്പായിരിക്കുകയാണ്. 16 പോയിന്റ് ഉണ്ടെങ്കിൽ അവർ സേഫ് ആയിരുന്നു. ലീഗ് ഘട്ടത്തിൽ ഓരോ ടീമിനും 14 മത്സരങ്ങൾ വീതമായതിനു ശേഷം ടൂർണമെന്റിന്റെ ഇതുവരെയുള്ള ചരിത്രമെടുത്താൽ 16 പോയിന്റ് നേടിയ ഒരു ടീമും പ്ലേ ഓഫിലെത്താതെ പോയിട്ടുമില്ല. ഇനി ചെന്നൈക്ക് ശേഷിച്ചത് വെറും 5 മത്സരങ്ങളാണ്. ഇവയിലെല്ലാം വിജയിച്ചാലും പരമാവധി നേടാനാവുക 4 പോയിന്റ് മാത്രം. 2022 മുതൽ IPL ടീമുകളുടെ എണ്ണം 10ആയി ഉയർത്തിയതിനു ശേഷം ഇതുവരെ ഒരിക്കൽ മാത്രമാണ് 14 പോയിന്റുള്ള ഒരു ടീം പ്ലേ ഓഫ് കളിച്ചത്. ഇതാകട്ടെ കഴിഞ്ഞ വർഷവുമായിരുന്നു. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവാണ് ഇങ്ങനെ ഒരു അത്ഭുതം കാണിച്ചത്. മികച്ച നെറ്റ് റൺ റേറ്റും അവരെ ഇതിന് സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സീസണിലെ പോയിന്റ് പട്ടിക എടുത്താൽ ഇതിനോടകം 3 ടീമുകൾ 12 പോയിന്റ് വീതം നേടിക്കഴിഞ്ഞു. 2 ടീമുകളാകട്ടെ 10 പോയിന്റ് വീതവും നേടി തൊട്ട് പിറകിലുണ്ട്. കുറഞ്ഞത് 4 ടീമുകളെങ്കിലും ഇത്തവണ 16 പോയിന്റ് കടക്കാനുള്ള സാധ്യതയും കുറവാണ്. കഴിഞ്ഞ സീസണിൽ 14 പോയിന്റ് നേടിയിട്ടും 4ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത പ്ലേ ഓഫിലെത്താൻ RCBയെ സഹായിച്ചത് മികച്ച നെറ്റ് റൺ റേറ്റ് തന്നെയാണ്. ഒന്നിലേറെ ടീമുകൾ ഇത്തവണയും 14 പോയിന്റ് വീതം നേടി തുല്യത പാലിച്ചേക്കും. അങ്ങനെ വന്നാൽ നെറ്റ് റൺ റേറ്റ് ആണ് നിർണായകമാവുക. CSKയുടെ ഇപ്പോഴത്തെ നെറ്റ് റൺ റേറ്റും വളരെ മോശമാണ്. -1.302 മാത്രമാണ് ഇപ്പോൾ അവരുടെ നെറ്റ് റൺ റേറ്റ്. ഇത് മെച്ചപ്പെടുത്തി പോസിറ്റീവിൽ എത്തിക്കണമെങ്കിൽ ഇനിയുള്ള മത്സരങ്ങളിൽ വലിയ മാർജിനിൽ ധോണിപ്പട ജയിച്ചേ തീരൂ. എല്ലാ മത്സരങ്ങളും മികച്ച മാർജിനിൽ ജയിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല. മറ്റ് ടീമുകളുടെ സഹായം കൂടി ഇനി അവർക്ക് ആവശ്യമാണ്. മറ്റ് മത്സര ഫലങ്ങൾ കൂടി ആശ്രയിച്ചായിരിക്കും ചെന്നൈയുടെ ഭാവി. ചുരുക്കി പറഞ്ഞാൽ ഇനി ചെന്നൈ പ്ലേ ഓഫിൽ എത്തണമെങ്കിൽ അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കണം. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ശേഷിച്ച മത്സരങ്ങളിലേക്ക് വന്നാൽ 2 എണ്ണം ഹോം ഗ്രൗണ്ടിലും ശേഷിച്ച 3 എണ്ണം എതിരാളികളുടെ തട്ടകത്തിലുമാണ്. 30-ന് ചെപ്പോക്കിൽ പഞ്ചാബ് കിങ്സുമായിട്ടാണ് ചെന്നൈയുടെ അടുത്ത പോരാട്ടം. മെയ് 3-ന് ബംഗളൂരുവിൽ RCBയുമായും 7-ന് കൊൽക്കത്തയിൽ KKRമായുമാണ് ചെന്നൈക്ക് മത്സരം. അതുപോലെ തന്നെ 12-ന് ചെന്നൈയിൽ രാജസ്ഥാൻ റോയൽസുമായും 18-ന് അഹമ്മദാബാദിൽ ഗുജറാത്ത് ടൈറ്റൻസുമായും അവർ ഏറ്റുമുട്ടുന്നുണ്ട്.